നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ കേന്ദ്രീകരിച്ച് സന്ദർശനങ്ങൾ നടത്തി. മറ്റ് മണ്ഡലങ്ങളിലും പ്രചരണം സജീവം. ഏഴാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി 37 വയസ്സുള്ള മുഹസനയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യൂപങ്ക്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസനയുടെ കുടുംബം രംഗത്ത്. കുന്നംകുളം മാർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം. അന്തോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മൊറസ്താത്യോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പരിശുദ്ധന്റെ കബറിംഗത്തിലേക്കുള്ള അങ്കമാലി മേഖല കുന്നംകുളം മാർത്താറ്റ് കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനോം പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വർണ്ണാഭമാക്കുന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ച് ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ച് കൈകളിൽ മൈലാഞ്ചി ചുവപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും പെരുന്നാൾ ദിവസം വിശ്വാസികൾ സമ്പന്നമാക്കി. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. തെരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. രാവിലെ 8 മണിയോടെ LDF സ്ഥാനാർത്ഥി NK അക്ബർ മുതുവട്ടൂർ രാജ ഈദ്ഗാഹിലെത്തി പെരുന്നാൾ നിസ്കാരത്തിന് എത്തിയവരുമായി സൗഹൃദം പങ്കുവച്ചു. UDF സ്ഥാനാർത്ഥി CH റഷീദ് കടപ്പുറം അഞ്ചങ്ങാടി ജുമാത്ത് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. തുടർന്ന് ഇവിടെ എത്തിയവരുമായി സൗഹൃദം പങ്കുവച്ചു. പിന്നീട് ഇരുവരും മണത്തല ജുമാത്ത് പള്ളിയിലെത്തി നേരിട്ട് കണ്ടുമുട്ടിയതോടെ സ്ഥാനാർത്ഥികൾ തമ്മിലും സൗഹൃദം പങ്കുവച്ചാണ് മടങ്ങിയത്. കുന്നംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെയാണ് പത്രിക നൽകുക. ഇടതുമുന്നണി നേതാക്കളും കൂടെയുണ്ടാകും. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച UDF ജനപ്രതിനിധികളെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും അനുമോദിച്ചു. ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം സാദിഖ് പട്ടികര, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം CT പോൾ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AM ജമാൽ, MM ഷംസുദ്ദീൻ, P ബാലചന്ദ്രൻ, MA ആൻഡോ പോൾ, MA സുബേർ, ആൻഡോ പോൾ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തി. കിഴു വിവേകാനന്ദ കോളേജിലെത്തിയ AC മൊയ്തീന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കുന്നംകുളം നഗരത്തിലും നടപ്പിലാക്കേണ്ട വികസനങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. തുടർന്ന് ചെറളയം HCC GOP സ്കൂളിലും കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് സ്കൂളിലും സന്ദർശനം നടത്തിയാണ് പ്രചരണം അവസാനിപ്പിച്ചത്.
കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR റെജിൽ വേലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രചരണം നടത്തി. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. പഞ്ചായത്തിലെ പുലിയന്നൂർ, തോന്നല്ലൂർ, എരുമപ്പെട്ടി, നെല്ലുവായി, കുണ്ടന്നൂർ, കാഞ്ഞിരക്കോട്, ചിറ്റണ്ട എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത്. BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, മണ്ഡലം പ്രസിഡന്റ് AC സുനിൽകുമാർ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സജി നെല്ലിക്കൽ, BJP ജില്ലാ കമ്മിറ്റി അംഗം VK ബിജു, BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CG സുധീഷ്, EK ബാബു, VN മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിറ്റാട്ടുകര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി LDF ചിറ്റാട്ടുകര മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര JRC ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ, CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാജി കാക്കശ്ശേരി, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ്, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. TC മോഹനൻ പ്രസിഡന്റ്, BR സന്തോഷ് സെക്രട്ടറി, RA അബ്ദുൽ ഹക്കീം ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 151 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. വിഷൻ 2031 എന്ന പേരിൽ LDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF പ്രകടന പത്രിക രൂപീകരണത്തിന് മുന്നോടിയായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ചേർന്ന കൺവെൻഷനിൽ നഗരത്തിന്റെ വ്യാപാര പാരമ്പര്യം നിലനിർത്തി കുന്നംകുളത്തെ ജില്ലയുടെ വ്യാപാര വ്യവസായ ഹബ്ബായി വളർത്തണമെന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. നഗര കേന്ദ്രത്തിൽ വാണിജ്യ സാംസ്കാരിക മേളകൾ നടത്തുവാൻ അനുയോജ്യമായ EMS സ്ക്വയർ രൂപീകരിക്കുന്നതിനടക്കമുള്ള നഗരവികസനത്തെ ബഹുദൂരം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു. ഇവ കൂടി പരിഗണിച്ചാണ് മണ്ഡലം തല പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കുക. യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, നേതാക്കളായ MN സത്യൻ, K കൊച്ചനിയൻ, M പത്മനി എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായിട്ടാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എരുമപ്പെട്ടിയിൽ റൂട്ട് മാർച്ച് നടന്നത്. ഏഴാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി മുഹസനെയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. സംഭവത്തിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസനയുടെ കുടുംബം രംഗത്തു വന്നു. കഴിഞ്ഞ ജനുവരി 6-നായിരുന്നു മുഹസനയുടെ 7ാമത്തെ പ്രസവം. വീട്ടിലാണ് പ്രസവം നടത്തിയത്. പ്രസവത്തിന് പിന്നാലെ 3-ാം ദിവസം കുഞ്ഞു മരിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിന് ചാവക്കാട് പോലീസ് കേസെടുത്തിരുന്നു. യുവതിയുടെ 6 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. പക്ഷേ തുടർ ചികിത്സയോ കുട്ടികൾക്ക് കുത്തിവയ്പ്പോ നൽകിയിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. ദമ്പതികളുടെ 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. 7ാമത്തെ പ്രസവമാണ് വീട്ടിൽ നടത്തിയത്. ഗർഭകാലത്തോ പ്രസവ സമയത്തോ മുഹസനയ്ക്ക് കൃത്യമായ വൈദ്യസഹായം നൽകിയിരുന്നില്ല എന്ന പരാതിയുണ്ട്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ആഘോഷവും സംഘടനയുടെ പതാക ദിനവും ആഘോഷിച്ചു. വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാളിന്റെ ഭാഗമായി രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആലൂർ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിക്കിടെ സംഘടനാ അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് നടന്ന ദിനാചരണം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആലൂർ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. KLM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് MV ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, KLM വനിതാ വിഭാഗം പ്രസിഡന്റ് സ്റ്റെർലി ലൂവിസ്, ഭാരവാഹികളായ CL സിജോ, സ്റ്റെഫി ഷിബു, CO ലൂവിസ്, റിയ ജോസഫ്, മറ്റ് KLM പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും വർണ്ണമഴയും ഉണ്ടായിരുന്നു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും നടന്നു. കുന്നംകുളം മാർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. അന്തോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പരിശുദ്ധന്റെ കബറങ്കിലേക്കുള്ള അങ്കമാലി മേഖല കുന്നംകുളം മാർത്താറ്റ് കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനോം പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്.
മെത്രാപ്പോലിത്തമാരായ ഡോക്ടർ ഏലിയസ് മോർ അത്തനാസിയോസ്, ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് എന്നിവർ തീർത്ഥയാത്രയെ ആശീർവദിച്ചു. അങ്കമാലി മേഖലയോട് ചേർന്ന് ബുധനാഴ്ച ആരംഭിച്ച വടവുകോട്, പുത്തൻകുരിശ്, മുളന്തുരുത്തി, കടമറ്റം തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ സംയുക്തമായി യാത്ര തുടങ്ങി. അങ്കമാലി മേഖലയിലെ വിവിധ പള്ളികളിൽ കാൽനട യാത്രയ്ക്ക് സ്വീകരണങ്ങൾ നൽകി. തൃശൂർ ഭദ്രാസനത്തിന്റെ പ്രവേശന കവാടമായ കൊരട്ടി കവലയിൽ മാമ്പ്ര സെന്റ് കുര്യാക്കോസ് പള്ളിയുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകി. വ്യാഴാഴ്ച രാത്രി പോട്ട ലിറ്റിൽ ഫ്ലവർ കത്തോലിക്ക പള്ളിയിൽ വിശ്രമത്തിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ യാത്ര ആരംഭിച്ചു. രാത്രി തൃശൂർ അമലാനഗറിൽ വിശ്രമിക്കും. ഉച്ചവെയിൽ വകവയ്ക്കാതെ ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികളാണ് കാൽനടയാത്രയിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8-ന് അമലയിൽ നിന്ന് യാത്ര തുടങ്ങും. മുണ്ടൂർ, കേച്ചേരി, പാറന്നൂർ, കുന്നംകുളം ടൗൺ വഴി വൈകിട്ട് 5:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലെത്തും. തീർത്ഥയാത്രയ്ക്ക് ഫാദർ പോൾ പാറയ്ക്കൽ, ഫാദർ ഗീവർഗീസ് മാത്യു, ഷെവിലിയാർ PK പൌലോസ് കൂരൻ, വത്സൻ കോച്ചാട്ട്, MV കുഞ്ഞവര, KA ഡേവിസ്, വർഗീസ് അരീക്കൽ, ഡേവിഡ് കുമുച്ചാട്ട്, ബഹന്നാൻ ആലുക്കൽ, ബൈജു ഈരാളി, ബേസിൽ, AY ബേബി എന്നിവർ നേതൃത്വം നൽകും. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിക്കും. തുടർന്ന് 9:30-ക്ക് തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്തോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മൊറോസ്താത്യോസ് ബാവയുടെ 96 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ബാവയുടെ കബറെങ്കിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തുക. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം, താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6 മണിക്ക് ആർത്താറ്റ് കബറെങ്കിൽ എത്തിച്ചേരും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CO ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാളിന് സമാപനമായി തിരുനാളിന്റെ പ്രധാന ആകർഷണമായ വളയെഴുന്നള്ളിപ്പുകൾ 12 കൂറ്റൻ വൈദ്യുത തേരുകളുടെ അകമ്പടിയോടെ വർണ്ണാഭമായി. രാത്രിയെ പകലാക്കുന്ന പ്രകാശവിസ്മയത്തിനാണ് പാവർട്ടി സാക്ഷ്യം വഹിച്ചത്. പള്ളിയങ്കണത്തിൽ അണിനിരന്ന 12 വലിയ തേരുകൾ ദൃശ്യവിരുന്നൊരുക്കി. വിവിധ സംഘടനകളിൽ നിന്നുമായി എത്തിയ വളയെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പള്ളിമുറ്റത്തേക്ക് പ്രവേശിച്ചത്. നേർച്ചവളകൾ സമർപ്പിക്കാനും തിരുനാൾ ഊട്ടുസദ്യയിൽ പങ്കെടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൊബൈൽ ഫോൺ ക്യാമറകളിൽ വർണ്ണാഭമായ ദൃശ്യങ്ങൾ പകർത്താനും വിശ്വാസികൾ തിരക്ക് കൂട്ടി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ലതീഞ്ഞ്, പ്രാർത്ഥന, റാസ കുർബാന എന്നിവയ്ക്ക് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കോട്ട്, ജോസൺ KA, ജോസഫ് ലിയോ, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛ് സർവേക്ഷൺ 2025-ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ കരിയില സംഭരണികൾ സ്ഥാപിച്ചു. നഗരത്തിലെ പ്രധാന പൊതുയിടങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് സംഭരണികൾ സജ്ജമാക്കിയത്. നഗരത്തിൽ ശേഖരിക്കപ്പെടുന്ന കരിയിലയും മറ്റ് ജൈവമാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിച്ച് പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് നഗരസഭ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജൈവമാലിന്യങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി കൈകാര്യം ചെയ്യുവാനായി വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ സംഘടിപ്പിച്ചു വരികയാണ്. നഗരത്തിന്റെ ശുചിത്വം മെച്ചപ്പെടുത്തുവാനും മാലിന്യങ്ങളെ ഫലപ്രദമായി ജൈവവളമാക്കി മാറ്റുവാനും സാധിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ചെണ്ടമേളത്തോടെയാണ് തിരുനാൾ ആഘോഷം ആരംഭിച്ചത്. തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ നേർച്ച സദ്യയുടെ വെഞ്ചിരിപ്പ് നടന്നു. നാമഹേതു പിറന്നാൾ ആഘോഷിക്കുന്ന വികാരി ഫാദർ ജേസൺ മാറോക്കിയെ ചടങ്ങിൽ ആദരിച്ചു. തിരിതെളിയിക്കലിന് ശേഷം ജോസഫ് നാമധാരികളെ ആദരിക്കലും കാഴ്ച സമർപ്പണവും KLM സംഘടനാ അംഗങ്ങളുടെ കാഴ്ച സമർപ്പണവും ഉണ്ടായി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശ്വാസികൾ അണിനിരന്ന പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായി. തുടർന്ന് നടന്ന നേർച്ച ഊട്ടുസദ്യയിൽ 100 കണക്കിന് ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയങ്കണത്തിൽ ഒരുക്കിയ ഊട്ടുശാലയിൽ ഭക്ഷണം കഴിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുനാളിന്റെ ഭാഗമായി ചെണ്ടമേളം, വർണ്ണമഴ എന്നിവ അരങ്ങേറി. വികാരി ഫാദർ ജേസൺ മാറോക്കി, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി, കൺവീനർമാരായ ഷാജി ചിരിയങ്കണ്ടത്ത്, ജോസഫ് തലക്കൂട്ടൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അനൂപ് പനക്കൽ, KLM ഭാരവാഹികളായ PV ഷാജൻ, KK ജോഷി ലിയോ ലോന എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. വേലൂർ അർണോസ് പാതിരിയുടെ 294-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അർണോസ് വസതിയിൽ നടന്ന പുഷ്പാർച്ചന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അർണോസ് കലാകേന്ദ്ര പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലക്കൽ അധ്യക്ഷത വഹിച്ചു. PP യേശുദാസ്, ഫാദർ ജോസ് തച്ചിൽ SJ, ഫാദർ ലോയിഡ് CMI, ഫാദർ ജോൺ പേരാമംഗലം,
ലീന ആന്റണി, ആന്റോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. നെല്ലുവായി മുണ്ടൻകോട് തോട്ടുങ്ങൽ വീട്ടിൽ 25 വയസ്സുള്ള സനൂപിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നെല്ലുവായി ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു സനൂപ് സഞ്ചരിച്ച സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയെ തുടർന്ന് കാറും സ്കൂട്ടറും റോഡരികിലെ കാനയിലേക്ക് മറഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻവശത്തെ ചില്ലിലിടിച്ച് സനൂപ് തോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സനൂപിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുണ്ടന്നൂർ മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സതുൽ കൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുള്ളതായാണ് സൂചന. മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്വാറിയിലെ പ്ലാന്റ് നോക്കുവാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് വാർഡ് മെമ്പറെയും വടക്കാഞ്ചേരി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ മറ്റം മാർക്കറ്റ് റോഡിലുള്ള കപ്പേളയിൽ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കപ്പേളയിൽ നടന്ന ലതീഞ്ഞ നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് സാലൂർ കാർമ്മികനായി. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. നേർച്ച സദ്യയുടെ വെഞ്ചിരിപ്പ് വികാരി നിർവഹിച്ചു. തുടർന്ന് നടന്ന ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്വാർട്ടക്സ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. യൗസേ പിതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി മാർച്ച് മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും കപ്പേളയിൽ ലതീഞ്ഞ നൊവേന എന്നിവ നടക്കും. ചാലശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ല് ശേഖരം സംഭരിക്കാൻ തദ്ദേശ ജനപ്രതിനിധികളുടെ ഇടപെടൽ കർഷകർക്ക് പ്രതീക്ഷയാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലുമാണ് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ എന്നിവർ കർഷകരുടെ ദുരിതം നേരിൽ കണ്ടുവിലയിരുത്തി. തൃത്താല കാർഷിക വകുപ്പുമായും ബന്ധപ്പെട്ട അധികൃതരുമായും ആശയവിനിമയം നടത്തിയപ്പോൾ ശനിയാഴ്ച തന്നെ നെല്ല് സംഭരണം ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. ടോക്കൺ ലഭിച്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനാൽ ഹരിതപാട് ശേഖരത്തിൽ ഏകദേശം 500 ചാക്കും പെരുമണ്ണൂരിൽ 330 ചാക്ക് നെല്ലും ടാർപ്പായി വിരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. 6 മാസം കഠിനാധ്വാനം ചെയ്ത കർഷകർ വിളവെടുത്ത മികച്ച നെല്ല് മഴ നനഞ്ഞ് പാടത്ത് കിടക്കുന്നത് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. മുഹമ്മദ് സുലൈമാൻ, മാമ്പുള്ളി കുഞ്ഞുമോൻ, E മുഹമ്മദ് ഹനീഫ, ജലീൽ പട്ടിശ്ശേരി, K രാജേന്ദ്രൻ പെരുമണ്ണൂർ, TV അശോകൻ, സുരേഷ് സുന്ദരൻ, ഗോപി മഠത്തിൽപ്പടി, ജലീൽ നരിക്കാട്ടിൽ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ എമിനൻസ് ഗാല 2K26 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ അക്കാദമിക മേഖലയിൽ നടത്തിയ മികവുകളും ശ്രദ്ധേയമായ നേട്ടങ്ങളും പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ സംഘടിപ്പിച്ച എമിനൻസ് ഗാല 2K26 ഏറെ ശ്രദ്ധേയമായി. ബസേലിയൻ ഇംഗ്ലീഷ് ടൈം, എന്റെ വിദ്യാലയം, ഗണിതമേളം, വിജ്ഞാന കൗതുകം, സയൻസ് കോർണർ, ബസേലിയൻസ് കുട്ടീസ് TV ന്യൂസ് തുടങ്ങിയ വിവിധ വൈജ്ഞാനിക പരിപാടികൾ അരങ്ങേറി. LKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മികച്ചൊരു വേദിയായി മാറിയെന്നതും രക്ഷിതാക്കളുടെ നിറസാന്നിധ്യവും പരിപാടികൾക്ക് മിഴിവേകി. പ്രധാനാധ്യാപകൻ G. ജോർജ് അധ്യക്ഷനായി. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിസി KT, ലിംനറ്റ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ചെമ്മന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മീനം 5-ന് കൊടിയേറിയത് മുതൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും 8-ാം വിളക്ക് ദിവസമായ മീനം 12-ന് ആറാട്ടോടെ സമാപിക്കും. ചരിത്രത്തിലും പുരാണങ്ങളിലും നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മീനം 4-ന് ക്ഷേത്രശുദ്ധി നടത്തി 5-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം
കൊടിമരപ്പൂജയും ധ്വജപൂജയും നടത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. രണ്ടാം വിളക്ക് മുതൽ ക്ഷേത്രത്തിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ശീവേലി, മുളപൂജ, നവകമാടൽ എന്നിവ നടക്കും. ഏഴാം വിളക്ക് ദിവസമാണ് പള്ളിവേട്ട. ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിനു പുറത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറും. എല്ലാ ദിവസങ്ങളിലും ഉത്സവക്കഞ്ഞിയും പ്രസാദൂട്ട്, ലഘുഭക്ഷണം എന്നിവയും ഉണ്ടാകും. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ക്ഷേത്രം ഊരായ്മ, ദേവസ്വം അംഗങ്ങളും ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റിയും നേതൃത്വം നൽകും. CPM പ്രവർത്തകനും എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന MN ജയപ്രകാശിന്റെ 36ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ എളവള്ളി കണിയാംതുരുത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷനായി. എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, KP രാജു, TK സംജിത്ത്, TD സുനിൽ, KK പ്രമോദ്, KR പ്രേമൻ എന്നിവർ സംസാരിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. വിശദാംശങ്ങളിലേക്ക്. ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. നാലംകല്ല് MNT ഹാളങ്കണത്തിൽ നടത്തിയ ഈദ്ഗാഹിന് CKM നഈം മൗലവി നേതൃത്വം നൽകി. മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖുത്ബയ്ക്കും ഖത്തീബ് മുസ്തഫ ശാന്തപുരം നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൽഫുർഖാൻ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖത്തീബ് മൻസൂർ സലഫി, കോട്ടോൽ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉസ്താദ് സുലൈമാൻ അൻവരി, കോട്ടോൽ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉമർ ഫൈസി, പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് അബ്ദുൾ റഹ്മാൻ ഭാഗവി, ആൽത്തറ മഹല്ല് മസ്ജിദ് ഷഫീഖ് അൻവരി, പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് മഹല്ല് സിദ്ദീഖ് റഹ്മാനി, കൊരട്ടിക്കര ബാദരിയ മസ്ജിദ് ആബിദ് ഹസനി, ചിറക്കൽ ജുമാ മസ്ജിദ് ഹക്കീം ധാരമി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം പുണർന്നും മധുരം വിതരണം ചെയ്തും എങ്ങും ആഹ്ലാദത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ പിരിഞ്ഞത്. റമദാൻ 29 വ്രതം പൂർത്തിയാക്കി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പുന്നിയൂർക്കുളം കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. ഫളലുൽ ഹഖ് ഉമരി നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ വി, ഷക്കീർ KK, അബ്ദുൾ അസീസ് വി എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണവും ഉണ്ടായി. പുന്നിയൂർക്കുളം നായരങ്ങാടി മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. യൂസഫ് ഹുസനി എള്ളൂരയിൽ നേതൃത്വം നൽകി. കരിക്കാട് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു വരുന്നവർക്ക് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. തുടർച്ചയായി എല്ലാ വർഷവും നടത്തിവരുന്ന ഈ സ്നേഹ സംഗമത്തിന് നന്മ ചാരിറ്റി അംഗങ്ങളായ യൂസഫ് ആലുങ്കൽ, NK അലി, ജമാൽ കരിക്കാട്, AM അബ്ദുൾ ലത്തീഫ്, വിജയൻ PS, ഷംസുദ്ദീൻ, അഷ്റഫ്, ഖാലിദ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഖത്തീബ് അത്തീഖ് റഹ്മാൻ ഭാഗവി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് MM ഇബ്രാഹിം ഹാജി പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്ത് നടന്നു. മധുരവിതരണവും ഉണ്ടായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വിശുദ്ധിയുടെ നിറവിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനായ മേനോത്ത് കമറുദ്ദീന്റെ മകനും അൻസാർ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഷഹരിയാറിന്റെ വേറിട്ട മാതൃക സമീപത്തെ ഈദ്ഗാഹിൽ പങ്കെടുത്ത ശേഷം സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും ഓട്ടോ തൊഴിലാളികൾ, പെട്രോൾ ബങ്ക് ജീവനക്കാർ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും കച്ചവട കേന്ദ്രങ്ങളിലും കഴിഞ്ഞ 5 വർഷത്തോളമായി നൽകി വരുന്ന ഈദ് മധുരവിതരണം മാറ്റമില്ലാതെ ഈ വർഷവും തുടർന്നു. മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഷഹരിയാർ നടത്തുന്ന പുണ്യപ്രവൃത്തി കഴിഞ്ഞ 6 വർഷമായി തുടരുന്നു എന്നതിൽ അഭിമാനമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷഹരിയാറിന്റെ വേറിട്ട മാതൃകയെ നാട്ടുകാരും ഓട്ടോത്തൊഴിലാളികളും അഭിനന്ദിച്ചു. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പറവകൾക്കായി വിദ്യാലയ അങ്കണത്തിൽ പാനപാത്രങ്ങൾ സ്ഥാപിച്ചു. ചടങ്ങ് പ്രധാന അധ്യാപിക KS ജെൻസി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി പീറ്റർ പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർമാരായ PJ ജെൻസി, ജിംഷായി ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KR കൃഷ്ണകാന്ത്, പ്രജ്വൽ C പ്രമോദ്, അൽന റോസ് C സാജു എന്നിവർ നേതൃത്വം നൽകി. ചരമം കല്ലമ്പുറം സ്വദേശി ചങ്ങനാശ്ശേരി ഫാൻസി ഗിഫ്റ്റ് ഹൗസ് ഉടമ പുലിക്കോട്ടിൽ പരേതനായ വർഗീസ് മകൻ വിൽസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മോർകുളങ്ങര മർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷേബ ഭാര്യയും വിബി, സബി എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. മറ്റ് മണ്ഡലങ്ങളിലും പ്രചരണം സജീവം. ഏഴാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി 37 വയസ്സുള്ള മുഹസിനെയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യൂപങ്ക്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസിനയുടെ കുടുംബം രംഗത്ത്. കുന്നംകുളം മാർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മൊറോസ്താത്യോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പരിശുദ്ധന്റെ കബറങ്കിലേക്കുള്ള അങ്കമാലി മേഖല കുന്നംകുളം ആർത്താറ്റ് കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനാം പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.